നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഈ മാരകമായി വരിക ഇപ്പം ഈ മരുന്നുകൾ, പല സ്ഥലത്തുള്ള മരുന്നുകൾ. അപ്പം ഈ വന്നിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഈ വിഷമുണ്ടല്ലോ, അത് കുട്ടികളിൽ കൂടിയാണ് വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഉറങ്ങിക്കിടക്കുന്ന അമ്മേനെ വെട്ടിക്കൊല്ലുക. ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വന്നിരിക്കുന്നൊരു വിഷയമാണ്. കുട്ടികൾക്ക് ഇതൊരു വ്യായാമമാണ്, എന്നാൽ ഇന്നത്തെ പുതിയ കാലത്ത് അതൊരു നൃത്തത്തിൻ്റെ രൂപം കൂടി വരും, അതാവട്ടെ എന്ന് വെച്ച്. അത് നിർബന്ധിച്ച് ഗവൺമെൻറ്റും പറഞ്ഞില്ല, ഗവൺമെൻറ് നിർബന്ധമാണെന്ന് പറഞ്ഞില്ല. അതിൻ്റെ പേരിലൊരു യുദ്ധത്തിന് നമ്മളുമില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയെക്കുറിച്ച് നമുക്ക് സമവായം ഉണ്ടാക്കാം. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിർബന്ധമില്ലെന്ന് പറഞ്ഞല്ലോ. കാരണം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയില്ലല്ലേ, വേറെ വല്ല കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലൊരു വാശി ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെല്ലാം തന്നെ പലരും കാത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുന്ന, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആവേശമുണ്ട്. ആവേശം ഗവൺമെൻറ് കിട്ടിയെന്നുള്ള ആവേശമാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയമായ ദേവീയത ഇതിനെ കൊണ്ടുപോകരുത്. നമ്മുടെ നാട്ടിലെ ഒരു തലമുറ, വളർന്നു വരുന്ന തലമുറ, നമ്മുടെ നാടിൻ്റെ ഭാവി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമവായത്തിന് കൂടെ ചെയ്യാം. അതിൽ ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ഭാഗത്ത് നമുക്ക് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.